Hi, good evening, parents. Today, let's see how to work on EduSol. നമ്മുടെ കുട്ടികൾക്കെല്ലാം എഡ്യൂസോളിൻ്റെ ഐഡികൾ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരവരുടെ ക്ലാസ് ടീച്ചറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തേക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു യൂസർ ഐ ഡി ഓൾറെഡി നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ യൂസർ ഐ ഡിയും അതിൻ്റെ കൂടെ ഒരു പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. ആ പാസ്വേഡ് യൂസ് ചെയ്ത് നമ്മുടെ ഈ സൈറ്റ് edusol.edu.rox.com എന്ന സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അവിടെയാണ് നമുക്ക് ആ സ്കൂളിൽ നിന്ന് അയച്ചു തന്നേക്കുന്ന ഇമെയിൽ ഐ ഡി നമ്മൾ ഇടേണ്ടത്. അതുപോലെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ഇൻ ചെയ്യുക. എന്നിട്ട് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു സ്ക്രീൻ വരും. അതിൽ മേളിൽ ഡാഷ്ബോർഡ് എന്നുണ്ടാവും, ലേണിംഗ് മോഡ്യൂൾ ഉണ്ടാവും, അസൈൻമെൻറ്റ്സ് ഉണ്ടാവും. സോ ഫസ്റ്റ് നമ്മൾ നേരെ ലേണിംഗ് മോഡ്യൂൾസിൽ പോവുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കുട്ടി ഏത് ക്ലാസ്സിലാണ്, ഇതിപ്പോൾ എൻ്റെ ഡെമോ വേർഷൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ കാണിക്കുന്നതാണ്. നോർമലി നിങ്ങളെ കുട്ടി ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ് മാത്രമായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതിൽ താഴെ ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 5ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതുപോലെ ചാപ്റ്റേഴ്സ് കാണിക്കും. ഓക്കെ, സോ എല്ലാ ക്ലാസ്സുകളിലും 15 ചാപ്റ്റേഴ്സോളം ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ ഇതിനകത്ത് വാട്ടർ ജേർണി 1 എന്നുള്ളതാണ്. ഞാനതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം ഇതുപോലെ ഒരു കൺസെപ്റ്റ് വീഡിയോ ആയിരിക്കും ആദ്യമേ ഉണ്ടാകുക. കുട്ടികൾ അത് കണ്ട് ആണ് ആക്ച്വലി തുടങ്ങേണ്ടത്. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനേഴ്സ് അവരുടെ വർക്ക് ബുക്കിലുണ്ടാവും. അപ്പോൾ അത് അവർക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഇത് കണ്ടിരിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് റോൾ പ്ലേ എന്ന് പറയുന്നതാണ്. അത് നമ്മുടെ സെക്കൻഡ് ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ അതൊരു 4 ഭാഗമായി ഡിവൈഡ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. അതിലൊന്ന് വാച്ച് എന്നുള്ളതാണ്. അത് ഇനീഷ്യലി നമുക്ക് ഈ കോൺവെർസേഷൻ, അതായത് കുട്ടികൾക്ക് ഈ കോൺവെർസേഷൻ എങ്ങനെയാണ് ഇത് പറയുന്നത് എന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് വാച്ച് എന്നുള്ളത്. രണ്ടാമത്തെ പാർട്ട്, അതായത് നമ്മൾ വാച്ച് കണ്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡിലേക്ക് പോകും. ഞാനിപ്പോൾ അത് ചെയ്യാതെ ഞാൻ റെക്കോർഡിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ പാർട്ട് മാത്രം AI പറഞ്ഞതിന് ശേഷം നമ്മുടെ റെക്കോർഡിംഗ് ഓപ്ഷന് വേണ്ടി ഇവിടെ വന്നു നിൽക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഒരു ഓപ്ഷനുണ്ട്, വീഡിയോയും ഓഡിയോയും. സോ കുട്ടികൾക്ക് ഏതാണോ സൗകര്യം അത് ഇട്ടതിന് ശേഷം ഇവിടെ യോർ ടേൺ എന്ന് പറയുന്ന ഒരു വൈറ്റ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവുള്ളൂ. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എൻ്റെ ആക്ച്വലി ഞാനിപ്പോൾ പെർമിഷൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാനത് കൊടുത്തില്ല, അതുകൊണ്ടാണ് എന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സമ്മതിക്കാത്തത്. നോർമലി നിങ്ങൾക്ക് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബട്ടൺ റെഡ് ആവുകയും നമുക്ക് പറയാനുള്ളത് അന്നേരം റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കുറേ കോൺവെർസേഷൻസ് ഉണ്ടാവും. അത് ഒന്നൊന്നായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഈ റെക്കോർഡ് എന്നുള്ള സെലക്ഷൻ മാറി റിവ്യൂവിൽ വരും. അപ്പം നമ്മൾ പറഞ്ഞതും AI പറഞ്ഞതും മാറി മാറി നമുക്കൊരു പ്രാവശ്യം കേൾക്കാനും നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അന്നേരം നമുക്ക് കേൾക്കുക, കോൺവെർസേഷൻ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് കേട്ട് നോക്കുക. 4ാമത് അനാലിസിസ് എന്ന് പറഞ്ഞ പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ AI നമ്മുടെ കുട്ടികളുടെ കോൺവെർസേഷൻ എങ്ങനെയായിരുന്നു വിലയിരുത്തി ഒരു റിപ്പോർട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ അതിനകത്ത് ഗ്രീൻ, റെഡ്, യെല്ലോ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. യെല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ ഉച്ചാരണ തെറ്റുകൾ വന്നിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. 3 റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലെ തെറ്റായി പറഞ്ഞേക്കുന്നോ അല്ലെങ്കിൽ അത് പറയാൻ വിട്ടുപോയതോ ആയ കാര്യങ്ങൾ റെഡിൽ കാണിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്വിസ് എന്നൊരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് റെഡ് ആവുമെന്ന് പറഞ്ഞു. നമ്മുടെ കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് വൈറ്റ് ആവും. സോ അങ്ങനെ ചെയ്താലേ ആ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, സോ അത് കഴിഞ്ഞ് ക്വിസിലേക്ക് പോകാം. ക്വിസിലേക്ക് പോകുമ്പോൾ ഇതുപോലെ കുറച്ച് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുട്ടികളത് പ്രാക്ടീസ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൊക്കാബുലറി എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട്. ഇത് നമ്മുടെ കുട്ടികളുടെ ചാപ്റ്ററിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ വാക്കുകളും പുതിയതായ വാക്കുകളും ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആ ഒരു വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഫൊണിക്സിൽ എങ്ങനെയാണ് ഇത് വാക്ക് ഉച്ചരിക്കേണ്ടത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അർത്ഥവും ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ എങ്ങനെയാണ് ആ വാക്ക് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യേണ്ടത് എന്നും നമ്മളിവിടെ യൂസേജിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇപ്പം ഇതിന്റെ ഉച്ചാരണം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പേർട്ട് എന്നുള്ളതിൽ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഉച്ചാരണം കേൾക്കാം. ഓക്കെ, സോ എന്നിട്ട് അതിനുശേഷം വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. ഇതിനെ നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കാം. എക്സൈറ്റഡ്, സോ നമുക്ക് റിവ്യൂ ചെയ്യാം, അത് കമ്പയർ ചെയ്യാം. ഓക്കെ, സോ എൻ്റെ ഹെഡ്ഫോണിൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ആ എക്കോ വന്നത്. സോ ഇത് ഇങ്ങനെയാണ് നമ്മുടെ വൊക്കാബുലറി പ്രാക്ടീസ് വരുന്നത്. അതിനുശേഷം ഒരു ഗെയിമിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഗെയിം എന്ന് പറയുന്നതും ഈ പറഞ്ഞ നമ്മൾ കണ്ട ഒരു വീഡിയോ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വരും. സോ അവർ കറക്റ്റായി അതിന് ഈ ക്ലിക്ക് ബട്ടൺ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ അതിന് ആൻസേഴ്സ് കൊടുക്കുക. ഇപ്പോൾ ട്രൂ ആണെങ്കിൽ അത് തെറ്റായ ഉത്തരവാണെങ്കിൽ ഗോൾ അത് പോകില്ല, നേരെ മറിച്ച് കറക്റ്റ് ആണെങ്കിൽ അത് ഗോൾ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് കാണുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ വ്യൂ എന്നുള്ള ഓപ്ഷൻ വരും അവർക്ക്. അപ്പോൾ ആ വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അസൈൻമെൻറ്റ് എന്താണ് കൊടുത്തേക്കുന്നതെന്ന് ഇവർക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ എന്താണ് അസൈൻമെൻറ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഇഷ്യൂസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫീഡ്ബാക്ക് വല്ലതും കൊടുക്കണമെങ്കിൽ ഉള്ള പാനലാണിത്. ഇത് കൂടാതെ നമുക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും കുട്ടികൾക്കായി ടീച്ചേഴ്സ് എന്തെങ്കിലും റിസോഴ്സസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിവിടെ കാണാൻ പറ്റും. അതിപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും പടമോ അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും റൈറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് റിസോഴ്സസിനകത്താണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത മദർ ടങ് ഇൻഫ്ലുവൻസ് ആണ്. ഇത് നമ്മുടെ കുട്ടികളുടെ മദർ ടങ്, ഇംഗ്ലീഷിലുള്ള മദർ ടങ് മലയാളത്തിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്തേക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇതിനകത്ത് ഓരോ വാക്കുകളും, അതായത് ഏറ്റവും കൂടുതൽ ഇതുപോലെ മദർ ടങ് ഇൻഫ്ലുവൻസ് വരുന്ന ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിവിടെ നമ്മളൊരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോ വാക്കിൻ്റെയും ഉച്ചാരണം ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാനാണ് നമ്മുടെ ഉച്ചാരണം കറക്റ്റാക്കാൻ വേണ്ടിയുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇതിൽ കുറേ വാക്കുകളുണ്ട്. അതോരോ ഏതാ വേണ്ടതെന്നുള്ളത് നമ്മളിവിടെ ഓരോന്ന് താഴെ കൊടുത്തേക്കുന്നത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും അവസാനം നമ്മൾ ഈ 15 ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഇതിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവും. അവർക്കത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. സോ ഇതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഇത് കൂടാതെ പേരൻസ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഓരോ ദിവസം എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതുപോലെ എന്തൊക്കെ മോഡ്യൂൾസ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അവർക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ സ്റ്റാർസ് എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഡെയിലി ഗോൾസ് അവർക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിവിടെ എല്ലാ ദിവസവും കവർ ആവുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും ചെയ്യുന്ന ദിവസമാണെങ്കിൽ അതിങ്ങനെ ബ്ലൂവിൽ മാർക്കാവും, അല്ലാത്ത ദിവസങ്ങൾ വൈറ്റിൽ തന്നെ മാർക്കായിട്ടിരിക്കും. അതുപോലെ എത്ര മണിക്കൂർ ടോട്ടൽ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു എന്ന് ഇവിടെ ടോട്ടൽ ടൈം നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് പിള്ളേരിത് മിസ്യൂസ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാനുണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. സോ താങ്ക് യു.